PSC എഡ്യൂട്ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മനുഷ്യ ശരീരം പാർട്ട് 1 കോശം എന്നതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോശത്തെ കുറിച്ചുള്ള ചില ബേസിക് ആയ പോയിന്റ്സ് മാത്രമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കോശം? ഏതൊരു ജീവിയുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകത്തെയാണ് കോശം എന്ന് പറയുന്നത്. ഏതൊരു ജീവിയുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം, അതിന് സസ്യശരീരമായിക്കോട്ടെ ജന്തു ശരീരമായിക്കോട്ടെ, ഏതായാലും ഒരു ജീവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന നിർമ്മാണ ഘടകത്തെയാണ് കോശം എന്ന് പറയുന്നത്. കോശം അഥവാ സെൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് വെച്ചാലോ അല്ലെങ്കിൽ ഒരു വീട് വെച്ചാലോ നമ്മൾ അവിടെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബ്രിക്സ് ആണ്. ബ്രിക്സ് അടുക്കി വെച്ചിട്ടാണ് നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വെക്കുന്നത്. അതുപോലെ തന്നെ സസ്യശരീരമായാലും ജന്തു ശരീരമായാലും ഓരോ ജീവിയുടെയും ശരീരത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് കോശമാണ്. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? കോശം. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ് എന്ന് ചോദിച്ചാലും അതും എന്ത് തന്നെയാണ്? കോശം തന്നെയാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ കോശം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? കോശം തന്നെയാണ്. അപ്പൊ ഈ 3 പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതൊരു ജീവിയുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം, അത് ജീവധർമ്മപരമായിക്കോട്ടെ അല്ലെങ്കിൽ ഘടനാപരമായിക്കോട്ടെ, അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോശം അഥവാ സെൽ ആണ്. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശം. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്താണ്? കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കോശം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശം. സെൽ എന്ന വാക്കിന്റെ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ചെറിയ മുറി അഥവാ സ്മോൾ റൂം എന്നാണ്. സെൽ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം, സെൽ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി അല്ലെങ്കിൽ ലിറ്റിൽ റൂം അല്ലെങ്കിൽ സ്മോൾ റൂം എന്ന് പറയാം. കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി. കോശത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈറ്റോളജി. കോശത്തെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ഇപ്പൊ എന്താണ് സൈറ്റോളജി? കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് സൈറ്റോളജി. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് സൈറ്റോളജി. സൈറ്റോളജിയുടെ പിതാവാണ് റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കിന്റെ പ്രശസ്തമായ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. എന്താണ്? മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്കിന്റെ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ ആരുടെ പുസ്തകമാണ്? റോബർട്ട് ഹുക്ക്. കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്ക് തന്റെ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിലൂടെ കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ചു കാണിച്ചു. അപ്പോ കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏതാണ്? റോബർട്ട് ഹുക്കിന്റെ മൈക്രോഗ്രാഫിയ. ഒരിക്കൽ കൂടി നോക്കാം. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശം. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്താണ്? കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്നറിയപ്പെടുന്നതും കോശമാണ്. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി അഥവാ ലിറ്റിൽ റൂം എന്നാണ്.
സെൽ അഥവാ സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം എന്താണ്? ചെറിയ മുറി അല്ലെങ്കിൽ ലിറ്റിൽ റൂം അല്ലെങ്കിൽ സ്മോൾ റൂം എന്നാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? സൈറ്റോളജി. സൈറ്റോളജി എന്നാൽ കോശത്തെക്കുറിച്ചുള്ള പഠനം. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കിന്റെ പ്രശസ്തമായ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്കിന്റെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ. കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ചു കാണിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏതാണ്? റോബർട്ട് ഹുക്കിന്റെ മൈക്രോഗ്രാഫിയ. ഒരേ ഘടനയും ഒരേ ധർമ്മവുമുള്ള ഒരു കൂട്ടം കോശങ്ങൾക്ക് പറയുന്ന പേരാണ് കലകൾ അഥവാ ടിഷ്യൂസ്. ഒരേ ധർമ്മവും ഒരേ ഘടനയുമുള്ള ഒരു കൂട്ടം കോശങ്ങൾ നമ്മൾ പറയുന്നതാണ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ. പൊതുവായ ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? കലകൾ അഥവാ ടിഷ്യൂസ്. പൊതുവായ ഘടനയും, അതായത് ഒരേ ഘടനയും ഒരേ ധർമ്മവും, പൊതുവായ ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങൾക്ക് പറയുന്ന പേര് കലകൾ അഥവാ ടിഷ്യൂസ്. കലകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കോശത്തെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് പറഞ്ഞു? സൈറ്റോളജി. കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി. ഒരേ ധർമ്മവും ഒരേ ഘടനയുമുള്ള ഒരു കൂട്ടം കോശങ്ങൾ ചേർന്നതാണ് കലകൾ. ഈ കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. എന്നാൽ കോശത്തെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? സൈറ്റോളജി. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷ്വാൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, ജന്തുക്കളുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജേക്കബ് ഷ്ലീഡൻ. അതായത് MJ ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സസ്യശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങളാലാണ്, ജന്തുശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങളാലാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ടത്. ഈ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഈ മുകളിൽ പറഞ്ഞ രണ്ടുപേരും തന്നെയാണ്. ആരൊക്കെയാണ്? ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. ആരൊക്കെയാണ്? ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. അപ്പോൾ ഇവര് രണ്ട് കാര്യം പറഞ്ഞു. ജന്തുശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാലാണ്, സസ്യശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാലാണ് എന്ന് പറഞ്ഞിട്ട് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചു. എന്നാൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന സിദ്ധാന്തവുമായി അല്ലെങ്കിൽ എന്നൊരു അഭിപ്രായമായി മുന്നോട്ട് വന്ന ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് വിർഷോ. മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോ. ഈ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണ്? ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന പ്രസ്താവനയുമായിട്ടാണ് റുഡോൾഫ് വിർഷോ കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത്. ഒന്നുകൂടെ നോക്കാം. പൊതുവായ ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങളെ കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയുന്നു. പൊതുവായ ഘടനയും ധർമ്മവുമുള്ള കോശ സമൂഹങ്ങളെ കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയുന്നു. കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിസ്റ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? തിയോഡർ ഷ്വാൻ. ജന്തു ശരീരം
കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ ഷ്ലീഡൻ അഥവാ ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണ്? MJ ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടത് റുഡോൾഫ് വിർഷോ. മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോ. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ലീവൻഹുക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ലീവൻഹുക്ക്. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ, യൂഗ്ലീന, പാരമീസിയം. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അമീബ, യൂഗ്ലീന, പാരമീസിയം. ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികൾ അല്ലെങ്കിൽ അനേകം കോശങ്ങളുള്ള ജീവികൾ അറിയപ്പെടുന്ന പേര് ബഹുകോശ ജീവികൾ. ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികൾ അറിയപ്പെടുന്ന പേര് ബഹുകോശ ജീവികൾ. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം അല്ലെങ്കിൽ കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മം അഥവാ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം ഇല്ലാത്ത കോശങ്ങളെ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ന്യൂക്ലിയസ് ഇല്ലാത്ത അഥവാ മർമ്മം ഇല്ലാത്ത കോശങ്ങളെ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം ബാക്ടീരിയ. ന്യൂക്ലിയസ് അഥവാ മർമ്മം ഇല്ലാത്ത കോശങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? പ്രോകാരിയോട്ടിക് കോശങ്ങൾ. പ്രോകാരിയോട്ടിക് കോശങ്ങൾക്ക് വ്യക്തമായ ഒരു മർമ്മം ഇല്ല. ന്യൂക്ലിയസ് അഥവാ മർമ്മം ഉള്ള കോശങ്ങളെ യൂക്കാരിയോട്ടിക് കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ന്യൂക്ലിയസ് ഉള്ള കോശങ്ങൾ അല്ലെങ്കിൽ മർമ്മം ഉള്ള കോശങ്ങൾക്ക് എന്ന് പറയുന്നു യൂക്കാരിയോട്ടിക് കോശങ്ങൾ. ഉദാഹരണം അമീബ, സസ്യങ്ങൾ, ജന്തുക്കൾ. ന്യൂക്ലിയസ് അഥവാ മർമ്മം ഇല്ലാത്ത കോശങ്ങൾ പ്രോകാരിയോട്ടിക് കോശങ്ങൾ. ന്യൂക്ലിയസ് ഉള്ള അല്ലെങ്കിൽ മർമ്മം ഉള്ള കോശങ്ങൾ യൂക്കാരിയോട്ടിക് കോശങ്ങൾ. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ട. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപക്ഷിയുടെ മുട്ട. ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ അഥവാ PPLO. ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്കോപ്ലാസ്മ അഥവാ PPLO. PPLOയുടെ ഫുൾ ഫോം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഫ്രൈഡ് എഗ്ഗിന്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്കോപ്ലാസ്മയാണ്. പൊരിച്ച മുട്ടയുടെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണ്? മൈക്കോപ്ലാസ്മ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ബീജകോശം. ഒരിക്കൽ കൂടെ നോക്കാം. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ലീവൻഹുക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ലീവൻഹുക്ക്. ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം അമീബ, യൂഗ്ലീന, പാരമീസിയം. ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അമീബ, യൂഗ്ലീന, പാരമീസിയം. ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളെ ബഹുകോശ ജീവികൾ എന്ന് അറിയപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ഉണ്ടെങ്കിൽ അവ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബഹുകോശ ജീവികൾ. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മം അഥവാ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ അല്ലെങ്കിൽ മർമ്മം ഇല്ലാത്ത കോശങ്ങളെ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നു.
വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ മർമ്മമില്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. എക്സാമ്പിൾ ബാക്ടീരിയ. ന്യൂക്ലിയസ് ഉള്ള കോശങ്ങൾ അല്ലെങ്കിൽ മർമ്മമുള്ള കോശങ്ങളെ യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ന്യൂക്ലിയസ് അഥവാ മർമ്മം ഉള്ള കോശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? യൂകാരിയോട്ടിക് കോശങ്ങൾ. ഉദാഹരണം അമീബ, സസ്യങ്ങൾ, ജന്തുക്കൾ. ഉദാഹരണം എന്താണ്? അമീബ, സസ്യങ്ങൾ, ജന്തുക്കൾ. ഇവയെല്ലാം യൂകാരിയോട്ടിക് കോശങ്ങളാണ്. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഏറ്റവും ചെറിയ കോശം ഏതാണ്? മൈക്കോപ്ലാസ്മ അഥവാ PPLO. PPLO എന്നാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. പൊരിച്ച മുട്ടയുടെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണ്? മൈക്കോപ്ലാസ്മ. അല്ലെങ്കിൽ ഫ്രൈഡ് എഗിന്റെ ഷേപ്പിലുള്ള ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണ്? മൈക്കോപ്ലാസ്മ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്നതും മൈക്കോപ്ലാസ്മ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ബീജകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ്സുള്ള കോശം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? നാഡീകോശം തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ്സുള്ള കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണ്? അതും നാഡീകോശം തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണ രക്താണുക്കൾ അഥവാ RBC. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBC. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ അഥവാ RBC. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം എന്ന് ചോദിച്ചാൽ അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBC ആണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് അരുണ രക്താണുക്കൾ അഥവാ RBC. 120 ദിവസമാണ് ഇവയുടെ ആയുസ്. എത്ര ദിവസം? 120 ദിവസം. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഡീകോശം. രക്തകോശം എന്ന് ചോദിച്ചാൽ അരുണ രക്താണുക്കൾ അഥവാ RBC. എത്ര ദിവസമാണ്? ഏകദേശം 120 ദിവസം. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്തായിരുന്നു? കോശം. മാറിപ്പോകരുത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശം. ജീവന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. എന്താണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം? ഇതൊരു ജന്തുകോശമാണ്. ഈ കാണുന്ന ഭാഗം അതിന്റെ കോശഭിത്തി. പുറമേ കാണുന്നത് കോശഭിത്തി. ഇത് മർമ്മം. ഇത്രയും ഭാഗം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് എന്താണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് മനസ്സിലാക്കുന്നതിന്. അപ്പൊ ഇത് മർമ്മം. ഈ മർമ്മത്തിന് ചുറ്റും കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയും. സൈറ്റോപ്ലാസവും അല്ലെങ്കിൽ കോശദ്രവ്യവും മർമ്മവും കൂടെ ചേരുമ്പോഴാണ് പ്രോട്ടോപ്ലാസമായി മാറുന്നത്. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? മർമ്മവും കോശദ്രവ്യവും. അപ്പൊ ഈ ഭാഗമാണ് മർമ്മം. ഈ കാണുന്ന ഭാഗം എന്താണ്? കോശദ്രവ്യം. ഇതാണ് കോശദ്രവ്യം. ഈ മർമ്മവും കോശദ്രവ്യവും കൂടെ ചേരുന്ന ഭാഗമാണ് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. ജീവന്റെ അടിസ്ഥാന ഘടകം എന്താണ്? പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേരും? മർമ്മവും കോശദ്രവ്യവും. എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിന്റെ കോശഭിത്തിക്കകത്തുള്ള എല്ലാ ഭാഗങ്ങളും കൂടെ ചേരുന്നതാണ് പ്രോട്ടോപ്ലാസം. ഒരിക്കൽ കൂടെ നോക്കാം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണെന്ന് ചോദിച്ചാലും നാഡീകോശം തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണെന്ന് ചോദിച്ചാലും അത് നാഡീകോശം തന്നെയാണ്.
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണ രക്താണുക്കൾ അഥവാ RBC. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണ രക്താണുക്കൾ അഥവാ RBC. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം, തെറ്റിപ്പോകരുത്, ആയുസ്സുള്ള കോശം എന്നല്ല, രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണ രക്താണുക്കളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം എന്നെടുത്ത് ചോദിച്ചാൽ അരുണ രക്താണുക്കൾ അഥവാ RBC. 120 ദിവസമാണ് RBCയുടെ ആയുസ്. 120 ദിവസമാണ് RBCയുടെ ആയുസ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം. ഇവിടെയും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതായിരുന്നു? കോശം. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസമാണ്. ജീവന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. എന്താണ് പ്രോട്ടോപ്ലാസം? ഒരു കോശത്തിലെ കോശഭിത്തിക്കകത്തുള്ള എല്ലാ ഭാഗങ്ങളെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. മർമ്മവും കോശദ്രവ്യവും കൂടെ ചേരുന്ന ഭാഗമാണ് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. എന്നാൽ കോശത്തിനുള്ളിലെ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്നാണ്. കോശഭിത്തിക്കുള്ളിലെ മർമ്മം ഒഴികെ ബാക്കി ഭാഗം അറിയപ്പെടുന്ന പേരാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യ ശരീരം പാർട്ട് 2 വീണ്ടും കാണാം.